PSC പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KCS റൂൾസിൻ്റെ 201 റൂളുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ KCS ആക്ടിൻ്റെ 110 സെക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആക്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റൂൾസും. 2024 അമെൻമെൻറ്റിൽ വന്ന മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. KCS റൂൾസിന് 15 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. KCS ആക്ടിന് 16 ചാപ്റ്റേഴ്സും KCS റൂൾസിന് 15 ചാപ്റ്റേഴ്സുമാണ് ഉള്ളത്. റൂൾസ് മേക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. KCS ആക്ടിൻ്റെ സെക്ഷൻ 109 പ്രകാരമാണ് ഗവൺമെൻറ് ചട്ടങ്ങൾ നിർമ്മിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ പ്രിലിമിനറി. KCS ആക്റ്റിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും ചാപ്റ്റർ 1 പ്രിലിമിനറിയാണ്. റൂൾ 1ഉം 2ഉമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത്. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്. റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്. ടൈറ്റിൽ KCS റൂൾസ് 1969 എക്സ്റ്റെൻഡ് എൻ്റയർ സ്റ്റേറ്റ് ഓഫ് കേരള. 2024 അമെൻമെൻറ്റിൽ ടൈറ്റിലിൽ മാറ്റം വന്നിട്ടുണ്ട്. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് 2024 എന്നാണ്. 2024 അമെൻമെൻറ്റ് പ്രകാരം ടൈറ്റിൽ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്കൻഡ് അമെൻമെൻറ്റ് റൂൾസ് 2024 എന്നാണ്. കമൻസ്മെൻറ്റ് ഡേറ്റ് 1969 ജൂലൈ 14 2024 അമെൻമെൻറ്റ് നിലവിൽ വന്നത് 2024 ഡിസംബർ 31 അപ്പം റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്. റൂൾ 2 ഡെഫിനിഷൻസ്. സെക്ഷൻ 2വിൽ പറഞ്ഞ പോലെ റൂൾ 2വിലും ഡെഫിനിഷൻസ് ആണ് വരുന്നത്. റൂൾ 2 സബ് റൂൾ എ ആക്ട്, റൂൾ 2 സബ് റൂൾ AA കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, റൂൾ 2 സബ് റൂൾ ബി ഡിക്രി, റൂൾ 2 സബ് റൂൾ സി ഡിക്രി ഹോൾഡർ. ഇങ്ങനെയുള്ള ഡെഫിനിഷൻസ് ആണ് റൂൾ 2വിൽ പറയുന്നത്. അമെൻമെൻറ്റിൽ ഒരു 3 ഡെഫിനിഷൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് നോക്കാം. റൂൾ 2 സബ് റൂൾ AI ഓഡിറ്റ് ടീം. സെക്ഷൻ 63 സബ്സെക്ഷൻ 9 പ്രകാരം DCA ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സിനെയാണ് ഓഡിറ്റ് ടീം എന്ന് പറയുന്നത്. ഓഡിറ്റ് ടീമിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ AIയിലാണ്. അതുപോലെ റൂൾ 2 സബ് റൂൾ AB കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമിൻ്റെ ഡെഫിനിഷൻ വരുന്നത് റൂൾ 2 സബ് റൂൾ ABയിലാണ്. റൂൾ 2 സബ് റൂൾ H പേഴ്സനെ ഡിഫൈൻ ചെയ്യുന്നത് റൂൾ 2 സബ് റൂൾ Hലാണ്. പേഴ്സൺ എന്ന് പറയുന്നത് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. KCS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും ഗവൺമെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുമാണ് പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേഴ്സണെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂൾ 2 സബ് റൂൾ Hലാണ്. ഈ 3 അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തതാണ്. റൂൾ 2വിലാണ് എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് പറയുന്നത്. റൂൾ 2 ഡെഫിനിഷൻസ്. അപ്പം ചാപ്റ്റർ 1ൽ വരുന്നത് റൂൾ 1 ഷോർട്ട് ടൈറ്റിൽ ആൻഡ് എക്സ്റ്റെൻഡ്, റൂൾ 2 ഡെഫിനിഷൻസ്. അടുത്തത് രണ്ടാമത്തെ ചാപ്റ്റർ രജിസ്ട്രേഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ദെയർ ബൈലോസ്. 3 മുതൽ 15 വരെയുള്ള റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട വിധം അതാണ് റൂൾ 3യിൽ പറയുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 1ലായിരിക്കണം. മിനിമം 25 ആൾക്കാരുണ്ടായിരിക്കണം. പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പീസ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസിനെ കുറിച്ച് പറയുന്നത് റൂൾ 3 സബ് റൂൾ 6ലാണ്. 2024 അമെൻമെൻറ്റ് പ്രകാരം രജിസ്ട്രേഷൻ ഫീസിന് മാറ്റം വന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് രജിസ്ട്രേഷൻ ഫീസ് കണക്കാക്കുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 2500 രൂപ. ഒരു താലൂക്കിൽ കൂടുതലും ഒരു ജില്ലയ്ക്ക് ഉള്ളിലുമാണ് എങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 5000 രൂപ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയാണ് വരുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 6250 രൂപ. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ജില്ലയിൽ കൂടുതലുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് 12500 രൂപയാണ്.
മാറിയ രജിസ്ട്രേഷൻ ഫീസാണ് ഇപ്പോൾ പറഞ്ഞത്, ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 3 സബ് റൂൾ 6 രജിസ്ട്രേഷൻ ഫീസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ റൂൾ 3 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. റൂൾ 4 രജിസ്ട്രേഷൻ നടപടികളെക്കുറിച്ചാണ് റൂൾ 4 പറയുന്നത്. ഒരു രജിസ്ട്രേഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ അതിന്മേലൊരു തീരുമാനമെടുക്കേണ്ടത് 60 ദിവസത്തിനുള്ളിലാണ്. അത് റൂൾ 4 സബ് റൂൾ 6 പറയുന്നത്. റൂൾ 4A മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടാൽ ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 4A. റൂൾ 4A ഡീൽസ് വിത്ത് മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇറിക്കവറബിളി ലോസ്റ്റ്. അടുത്തത് റൂൾ 4B. ഇത് 2024 അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്ത പുതിയൊരു റൂളാണ്. റൂൾ 4B മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യുന്ന കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ് 4B പറയുന്നത്. അപ്പൻഡിക്സ് 2 ഫോം നമ്പർ Bയിലാണ് ഈ ഒരു കേസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. അപ്പം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് പേര് ചേഞ്ച് ചെയ്യുന്ന കേസിൽ ഫോം നമ്പർ 3Bയിലാണ്. റൂൾ 4B ഡീൽസ് വിത്ത് മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇൻ ദ ഇവൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. റൂൾ 5 സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോസ്. ബൈലോസിൻ്റെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്നത് റൂൾ 5 റൂൾ 6 മോഡൽ ബൈലോസ്. മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. മോഡൽ ബൈലോയിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 6. റൂൾ 7 പീരിയഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ്. സൊസൈറ്റീസ് അവരുടെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോൾ എന്ന് പറയുന്നത് റൂൾ 7 ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് അവരുടെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റൂൾ 7 പീരിയഡ് വിത്തിൻ വിച്ച് സൊസൈറ്റി ഷാൾ കമൻസ് വർക്കിംഗ്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 8. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൂടേണ്ടത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിലാണ്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കേണ്ടത് ചീഫ് പ്രൊമോട്ടറാണ്. 3 മാസത്തിനുള്ളിൽ ചീഫ് പ്രൊമോട്ടർ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിൽ പരാജയപ്പെട്ടാൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ ആൾക്കോ ഈ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 8. റൂൾ 8A ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് അല്ലെങ്കിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 8A. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അഥവാ വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ടത്. ഇങ്ങനെ 6 മാസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാതിരുന്നാൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ ആൾക്കോ ഈ ടൈം എക്സ്പയർ ആയതിനു ശേഷം 90 ദിവസത്തിനുള്ളിൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാവുന്നതാണ്. അമെൻമെൻറ്റിൽ പറയുന്നുണ്ട് രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ DCA ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അപ്പോൾ റൂൾ 8A ജനറൽ ബോഡി മീറ്റിംഗ്. റൂൾ 8A ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്തത് റൂൾ 9 പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ പറയുന്നത് റൂൾ 9 ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് ജനറൽ ബോഡി മീറ്റിംഗ് കൂടുകയും 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാകുകയും വേണം. അതായത് 3/2 ആൾക്കാർ പ്രസൻ്റ് ആവുകയും വോട്ട് ചെയ്യുകയും വേണം. ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇൻറ്റിമേഷൻ കൊടുക്കുന്നത് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് 1000-ൽ താഴെയാണെങ്കിൽ നേരിട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ കൊറിയർ സർവീസ് വഴിയോ ആവാം. 1000-ന് മുകളിലാണെങ്കിൽ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രചാരത്തിലുള്ള 2 ന്യൂസ് പേപ്പറിൽ കൊടുക്കാം. സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലോ ഒക്കെ നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യാം. ഇലക്ട്രോണിക്സ് മീഡിയ വഴി അതായത് കമ്പ്യൂട്ടർ ഡിവൈസസ് വഴി SMS അയച്ച് അറിയിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് റൂൾ 9 സബ് റൂൾ 2 ഇതിൽ അമെൻമെൻറ്റിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 500-ൽ താഴെയാണെങ്കിൽ ഇൻറ്റിമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഈ 500 എന്നുള്ളതിപ്പോൾ 1000 ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം റൂൾ 9 സബ് റൂൾ 2 പറയുന്നത് ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ഇൻറ്റിമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്.
റൂൾ 9 സബ് റൂൾ 4 അമെൻമെൻറ്റ് ഫീസിൽ വന്ന മാറ്റം പറയുന്നത്. അമെൻമെൻറ്റ് ഫീസ് SC/ST വുമൺ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒഴികെയുള്ള സൊസൈറ്റികൾക്ക് 1000 രൂപയാണ്. SC/ST വുമൺ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് 50 രൂപയാണ്. അപ്പോൾ റൂൾ 9 പറയുന്നത് പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. റൂൾ 10 ഒമിറ്റ് ചെയ്തിരിക്കുന്നു. റൂൾ 11 രജിസ്ട്രാർ ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് നെയിംസ്, അഡ്രസ് ആൻഡ് ബൈലോ ഓഫ് എ സൊസൈറ്റി. ഓരോ സഹകരണ സംഘത്തിൻ്റെയും പേര്, അഡ്രസ്സ്, ബൈലോ ഒക്കെ രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യണം. റൂൾ 11 പറയുന്നു രജിസ്ട്രാർ ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് നെയിംസ്, അഡ്രസ് ആൻഡ് ബൈലോസ് ഓഫ് സൊസൈറ്റി. റൂൾ 12 പ്രൊസീജിയർ റിഗാർഡിംഗ് ചേഞ്ച് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്ന പ്രൊസീജിയറാണ് റൂൾ 12 പറയുന്നത്. ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതിനും സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ പാസ്സാവുകയും വേണം. റൂൾ 13 അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഇതിൻ്റെ ഹെഡിങ്ങിൽ ഈ മെർജർ എന്ന ഭാഗം അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തതാണ്. റൂൾ 13 ഹെഡിങ് വരുന്നത് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. റൂൾ 13 അമാൽഗമേഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്, മെർജർ ഇതിനൊക്കെ നേരത്തെ 2/3 മെജോറിറ്റി റെസൊല്യൂഷൻ വേണം എന്നായിരുന്നു. അത് അമെൻമെൻറ്റിൽ സിമ്പിൾ മെജോറിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. റൂൾ 13 ഹെഡിങ് വരുന്നത് അമാൽഗമേഷൻ, മെർജർ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. റൂൾ 13A പ്രൊമോഷൻ ഓഫ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്കണോമിക് വെൽഫെയർ ഓഫ് മെമ്പേഴ്സ്. സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് റൂൾ 13A. റൂൾ 13B പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 13B പുതിയതായി കൂട്ടിച്ചേർത്തതാണ് അമെൻമെൻറ്റിൽ, പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 14 ഒമിറ്റ് ചെയ്തതാണ്. റൂൾ 15 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. റൂൾ 15 പറയുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. റൂൾ 15 പ്രകാരം സൊസൈറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് രജിസ്ട്രാറാണ്. റൂൾ 15 പ്രകാരം 13 തരത്തിലുള്ള സൊസൈറ്റീസ് ഉണ്ട്. അപ്പോൾ റൂൾ 15 ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ്. റൂൾ 3 മുതൽ 15 വരെയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അടുത്തത് ചാപ്റ്റർ 3 റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 3 ഹെഡിങ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 16 മുതൽ 28 വരെയുള്ള റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 16 കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. മെമ്പർഷിപ്പിനുള്ള കണ്ടീഷൻസാണ് റൂൾ 16 പറയുന്നത്. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സും ഷെയർസിൻ്റെ അലോട്ട്മെൻ്റ് എല്ലാം മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. മെമ്പർഷിപ്പ് റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളത് അറിയിക്കണം. മെമ്പർഷിപ്പ് റെഫ്യൂസ് ചെയ്യുന്ന കേസിൽ അപ്പീൽ പോകേണ്ടത് 60 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ റൂൾ 16 പറയുന്നത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ്. റൂൾ 16A ഐഡൻറ്റിറ്റി കാർഡ്. ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 16A. ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. ഫോം നമ്പർ 6A ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നത്. ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നത് ഫോം നമ്പർ 6A. റൂൾ 16B ഐഡൻറ്റിറ്റി കാർഡ് ഓൺ റിക്വസ്റ്റ്. റൂൾ 16C ഇഷ്യൂ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ്. ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 16C. ഐഡൻറ്റിറ്റി കാർഡ് റിജക്റ്റ് ചെയ്യുന്ന കേസിൽ അപ്പീൽ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 16D. റൂൾ 16D അപ്പീൽ. റൂൾ 16E അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ്. സെൻട്രൽ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 16E. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 31. റൂൾ 16E പറയുന്നത് ആപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റി. റൂൾ 16F പുതിയതായി കൂട്ടിച്ചേർത്തതാണ് അമെൻമെൻറ്റിൽ. 16F പറയുന്നത് എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ ആക്റ്റീവ് മെമ്പർ ആവാനുള്ള കണ്ടീഷൻസാണ് റൂൾ 16F പറയുന്നത്. റൂൾ അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്.
ഒരു ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ആക്റ്റീവ് മെമ്പർ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 16B സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ സെക്ഷൻ 16B സബ്സെക്ഷൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഏതൊക്കെയാണ്? ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒരു 6 മാസം എടുത്താൽ സൊസൈറ്റിയിലേക്ക് 100 ലിറ്റർ പാല് കൊടുത്തിരിക്കണം. സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ ഒരു കാറ്റിൽ ഷെഡ് ഉണ്ടായിരിക്കുകയും പാല് കറക്കുന്ന ഒരു പശുവോ അല്ലെങ്കിൽ എരുമയോ ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ ഒരു മെമ്പർക്ക് ആപ്കോസിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ ആക്റ്റീവ് മെമ്പർ ആവാം എന്നാണ് പറയുന്നത്. അപ്പോൾ റൂൾ 16F എലിജിബിലിറ്റി കണ്ടീഷൻ ടു കണ്ടിന്യൂ ടു ബി ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഓഫ് എ പ്രൈമറി ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂൾ 17 റെസ്ട്രിക്ഷൻ ഓൺ ദ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ഇൻ സെർട്ടൻ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. റൂൾ 18 പ്രൊസീജിയർ ഫോർ ദ എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സ്. എക്സ്പൾഷൻ ഓഫ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 18. റൂൾ 19 വോട്ടിങ്ങിനെ കുറിച്ച് പറയുന്ന റൂൾ 19. റൂൾ 20 പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്യൂറിംഗ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മെമ്പറുടെ അവകാശങ്ങൾ കിട്ടണമെങ്കിൽ മെമ്പർ കൊടുക്കാനുള്ള സബ്സ്ക്രിപ്ഷൻ ഫീസ്, അഡ്മിഷൻ ഫീസ് ഇതെല്ലാം കൊടുക്കണം. എന്നാൽ മാത്രമേ മെമ്പറുടെ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ. അതാണ് റൂൾ 20 പറയുന്നത്, പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് ടു അക്വയർ റൈറ്റ്സ് ഓഫ് എ മെമ്പർ. റൂൾ 21 വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. റൂൾ 21 പറയുന്നത് വാല്യുവേഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പർ. റൂൾ 22 ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി. ഷെയർസ് നോട്ട് ടു ബി ഹൈപ്പോത്തിക്കേറ്റഡ് ടു സൊസൈറ്റി. റൂൾ 22. റൂൾ 23 നോമിനേഷൻ ഓഫ് എ ഹയർ. റൂൾ 24 റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്. റൂൾ 24 പറയുന്നത് റൈറ്റ് ടു ഒബ്റ്റെയിൻ ഡോക്യുമെൻറ്റ്സ് ഫ്രം രജിസ്ട്രാർസ് ഓഫീസ്. റൂൾ 25 മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. റൂൾ 25 പറയുന്നത് മെമ്പേഴ്സ് റൈറ്റ് ടു ഇൻസ്പെക്ട് ദ അക്കൗണ്ട്സ് ഇൻ ദ സൊസൈറ്റി. റൂൾ 26 പ്രൊഹിബിഷൻ ഓൺ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദ ഈവ് ഓഫ് ജനറൽ മീറ്റിംഗ്. റൂൾ 26 പറയുന്നത് പ്രൊഹിബിഷൻ ഓൺ അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ദ ഈവ് ഓഫ് ജനറൽ മീറ്റിംഗ്. റൂൾ 27 പ്രൊഹിബിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ 2 ക്രെഡിറ്റ് ഓർ ഹൗസിംഗ് സൊസൈറ്റീസ്. റൂൾ 27 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ 2 ക്രെഡിറ്റ് ഓർ ഹൗസിംഗ് സൊസൈറ്റീസ്. റൂൾ 28 റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ഓഫ് വോട്ട് അറ്റ് ദ ഇലക്ഷൻ. റൂൾ 28 പ്രതിപാദിക്കുന്നത് റെസ്ട്രിക്ഷൻ ഓൺ ദ റൈറ്റ് ഓഫ് വോട്ട് അറ്റ് ദ ഇലക്ഷൻ. അപ്പോൾ റൂൾ 16 മുതൽ 28 വരെയാണ് ചാപ്റ്റർ 3 വരുന്നത്. ചാപ്റ്റർ 3യുടെ ഹെഡിങ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത് ചാപ്റ്റർ 4 ആണ്, മാനേജ്മെൻറ്റ് ഓഫ് സൊസൈറ്റീസ്. ചാപ്റ്റർ 4ൻ്റെ ഹെഡിങ് മാനേജ്മെൻറ്റ് ഓഫ് സൊസൈറ്റീസ്. 29 മുതൽ 50 വരെയുള്ള റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 29 അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റീസ്. സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ആൻഡ് അക്കൗണ്ട്സുകളെക്കുറിച്ച് പറയുന്നത് റൂൾ 29 അക്കൗണ്ട്സ് ആൻഡ് ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ഇൻ ഡിജിറ്റൽ ഫോമാണ്. ഒന്നുകിൽ ഫിസിക്കൽ ഫോമിലോ ഡിജിറ്റൽ ഫോമിലോ ആണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. റൂൾ 29A പുതിയതായി കൂട്ടിച്ചേർത്തതാണ് അമെൻമെൻറ്റിൽ. 29A പറയുന്നു പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റീസ് ആൻഡ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെയും സബ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും മാനേജിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൻ്റെയും ഒക്കെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചാണ് റൂൾ 29A പറയുന്നത്. റൂൾ 29A പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റീസ് ആൻഡ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ഇതിൽ പറയുന്നുണ്ട് ഈ മിനിറ്റ്സ് ബുക്ക് കസ്റ്റഡിയിൽ വെക്കേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവാണ്. പ്രസിഡൻറ്റിൻ്റെയും മറ്റ് ബോർഡ് മെമ്പേഴ്സിൻ്റെയും ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ചീഫ് എക്സിക്യൂട്ടീവ് അവർക്ക് ഈ മിനിറ്റ്സ് ബുക്ക് അവൈലബിൾ ആക്കണം. മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവോ അല്ലെങ്കിൽ കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരു മെമ്പറോ ആവാം. അതുപോലെ മിനിറ്റ്സ് ബുക്ക് സൈൻ ചെയ്യുന്നത്
പ്രസിഡൻറ്റും മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാ ബോർഡ് മെമ്പേഴ്സുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റൂൾ 29A പറയുന്നുണ്ട്. അപ്പോൾ 29A എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ മെയിൻറ്റെയിനിങ് ആൻഡ് റെക്കോർഡിംഗ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, സബ് കമ്മിറ്റീസ് ആൻഡ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. അടുത്തത് റൂൾ 30, പവർ ഓഫ് രജിസ്ട്രാർ ടു ഡയറക്റ്റ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി റിട്ടൺ അപ്പ്. പവർ ഓഫ് രജിസ്ട്രാർ ടു ഡയറക്റ്റ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് ടു ബി റിട്ടൺ അപ്പ്. ബുക്സ് ആൻഡ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനുള്ള രജിസ്ട്രാറുടെ അധികാരത്തെക്കുറിച്ചാണ് റൂൾ 30 പറയുന്നത്. റൂൾ 31, പീരീഡ് ഫോർ വിച്ച് അക്കൗണ്ട് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റീസ്. എത്ര കാലത്തേക്കാണ് ഓരോ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് റൂൾ 31 റൂൾ 31 പറയുന്നു, പീരീഡ് ഫോർ വിച്ച് അക്കൗണ്ട്സ് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റീസ്. റൂൾ 32, സർട്ടിഫൈയിങ് കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻ, എൻട്രീസ് ഇൻ ബുക്സ് എക്സെട്ര ബൈ സൊസൈറ്റീസ്. എൻട്രീസ് സർട്ടിഫൈ ചെയ്യേണ്ടത്, സാക്ഷ്യപ്പെടുത്തേണ്ടത് പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കൂടാതെ 2 കുറയാത്ത ബോർഡ് മെമ്പേഴ്സും. പ്രസിഡൻറ്റ് ഓർ സെക്രട്ടറി ആൻഡ് നോട്ട് ലെസ് ദാൻ 2 മെമ്പേഴ്സ്. റൂൾ 32 പറയുന്നത് സർട്ടിഫൈയിങ് കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻ, എൻട്രീസ് ഇൻ ബുക്സ് എക്സെട്ര ബൈ സൊസൈറ്റീസ്. റൂൾ 33, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് ടു ബി ഫർണിഷ്ഡ് ബൈ ദ സൊസൈറ്റി. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിട്ടേൺസ് സൊസൈറ്റി രജിസ്ട്രാറുടെ മുമ്പാകെ സബ്മിറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചാണ് റൂൾ 33 പറയുന്നത്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺസ്, ചീഫ് എക്സിക്യൂട്ടീവ് സൈൻ ചെയ്തിട്ടുള്ള ക്വാർട്ടർലി റിട്ടേൺസും സബ്മിറ്റ് ചെയ്യണം. അതുപോലെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, മാനേജിംഗ് കമ്മിറ്റിയും ജനറൽ ബോഡിയും അപ്രൂവ് ചെയ്തിട്ടുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും കൂടി ഇങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്ന് അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റീസ് ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ 10,000 രൂപയിൽ കുറയാത്ത തുക ഫൈൻ ഈടാക്കും എന്ന് പറയുന്നുണ്ട്. റൂൾ 33(3)(a) ആ ഫൈൻ്റെ എമൗണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ക്ലാസ് 1 സൊസൈറ്റീസ് ആണെങ്കിൽ അപ്പൻഡിക്സ് 3 പ്രകാരം ക്ലാസിഫൈ ചെയ്തിട്ട് ഉള്ള ക്ലാസ് 1 സൊസൈറ്റീസിന് 10,000 രൂപയും, ക്ലാസ് 2 and 3 സൊസൈറ്റീസിന് 8,000 രൂപയും, ക്ലാസ് 4 and 5 സൊസൈറ്റീസിന് 6,000 രൂപയും, അതർ സൊസൈറ്റീസിന് 5,000 രൂപയുമാണ് ഫൈൻ. ചീഫ് എക്സിക്യൂട്ടീവ് സാക്ഷ്യപ്പെടുത്തിയ ക്വാർട്ടർലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ ഇങ്ങനെയുള്ള ഫൈൻസ് സൊസൈറ്റികൾക്ക് ഈടാക്കും. അത് റൂൾ 33 സബ് റൂൾ 3A പറയുന്നത്. അടുത്തത് റൂൾ 34, റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡീനെ കുറിച്ച് പറയുന്നത് റൂൾ 34 സെക്ഷൻ 27(2) റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. റൂൾ 34A, പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷൻ നടത്തുന്ന പ്രൊസീജിയറാണ് റൂൾ 34A പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയുടെ ഇലക്ഷൻ നടത്തുന്നതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. റൂൾ 35 ഒമിറ്റ് ചെയ്തതാണ്. റൂൾ 35A, പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 35A. റൂൾ 35A പറയുന്നത് പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റീസ് ബൈ ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. 35A(3)(a) ഇലക്ഷനുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് സൊസൈറ്റിയിലെ ആകെ മെമ്പേഴ്സ് 1000-ൽ താഴെയാണെങ്കിൽ നേരിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ സ്പീഡ് പോസ്റ്റ് വഴിയോ അംഗീകൃത കൊറിയർ സർവീസ് വഴിയോ ആകാം. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 1000-ൽ മുകളിലാണെങ്കിൽ സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രചാരത്തിലുള്ള 2 ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാം. ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. മാറ്റം വന്നത് ഈ 1000 എന്നുള്ളതാണ്. നേരത്തെ 500 ആയിരുന്നു, ഇപ്പോൾ അത് 1000 ആക്കി മാറ്റി. കൂടാതെ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ അറിയിക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മെമ്പേഴ്സിനെയാണ് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ അറിയിക്കേണ്ടത്. ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് മാറി ഇപ്പം പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാക്കി മാറ്റി. അപ്പോൾ റൂൾ 35A പറയുന്നത് മാനേജിംഗ് കമ്മിറ്റിയുടെ ഇലക്ഷൻ്റെ പ്രൊസീജിയറാണ്. അടുത്തത് റൂൾ 35B, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 35B.
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ ക്വാളിഫിക്കേഷൻ സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് റൂൾ 35B സബ് റൂൾ 1 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത അമെൻമെൻറ്റ് പ്രകാരം മാറിയതാണ്. സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ലോ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തത് റൂൾ 35C ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. റൂൾ 35CA പുതിയതായി കൂട്ടിച്ചേർത്തതാണ് അമെൻമെൻറ്റിൽ. മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ സ്ട്രക്ചറാണ് റൂൾ 35CAയിൽ പറയുന്നത്. റൂൾ 35CA പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ നോട്ട് മോർ ദാൻ 21 മെമ്പേഴ്സാണുള്ളത്. ഇതിൽ 15 പേര് എ ക്ലാസ് മെമ്പേഴ്സാണ്. 15-ൽ 14 പേര് 14 ജില്ലകളിൽ നിന്നുള്ള പാക്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഈ 14 പേരിൽ 10 പേർ ജനറൽ കാറ്റഗറിയിൽ നിന്നും 3 വുമൺ മെമ്പേഴ്സും ഒരാൾ SC/ST മെമ്പേഴ്സുമാണ്. കൂടാതെ ഇതിന് 40 വയസ്സിൽ കൂടാത്ത 2 പേർക്ക് റിസർവേഷൻ ഉണ്ട്. അതിൽ ഒന്ന് ജനറൽ കാറ്റഗറിക്കും ഒന്ന് വുമൺ റിസർവേഷനുമാണ്. 14 ജില്ലകളിൽ നിന്നുള്ള പാക്സിൻ്റെ 14 റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് വുമൺ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിൽ നിന്നാണ് SC/ST മെമ്പേഴ്സ്, 40 വയസ്സ് തികയാത്തവർക്കുള്ള റിസർവേഷൻ ഏത് ജില്ലകളിൽ നിന്നാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ്. ഒരാൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെ 15 എ ക്ലാസ് മെമ്പേഴ്സ് വരുന്നുണ്ട്. 2 പേര് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സാണ്. അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ബാക്കി 4 പേർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സാണ്. എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സെക്രട്ടറി ഓഫ് കോർപ്പറേഷൻ, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ചീഫ് ജനറൽ മാനേജർ നബാർഡ് റീജിയണൽ ഓഫീസ് കേരള. ഇങ്ങനെ 4 എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഉൾപ്പെടെ 21 അംഗങ്ങളിൽ കൂടാത്ത അംഗങ്ങളാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്നത്, കേരള ബാങ്കിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്നത്. അതാണ് റൂൾ 35CA പുതിയതായി കൂട്ടിച്ചേർത്ത റൂൾ. മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഈച്ച് മെമ്പേഴ്സ്. അടുത്തത് റൂൾ 35D പ്രൊസീജിയർ റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഓഫ് ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഡിസ്ട്രിക്റ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇലക്ഷൻ്റെ പ്രൊസീജിയറാണ് റൂൾ 35Dയിൽ പറയുന്നത്. ഇത് അമെൻമെൻറ്റിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. റൂൾ 35E പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീസ്. ഇലക്ഷൻ ഫീസിനെ കുറിച്ചാണ് റൂൾ 35Eയിൽ പറയുന്നത്. അമെൻമെൻറ്റ് അനുസരിച്ച് ഇലക്ഷൻ ഫീസിൽ മാറ്റം വന്നിരിക്കുന്നു. അപ്പെക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് 7500-ഉം സെൻട്രൽ ആൻഡ് ഫെഡറൽ സൊസൈറ്റീസിന് 4500-ഉം ക്രെഡിറ്റ് ആൻഡ് ഹൗസിംഗ് സൊസൈറ്റീസിന് 3000-ഉം മറ്റ് സൊസൈറ്റികൾക്കും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും 1500-ഉമാണ് പുതിയ ഇലക്ഷൻ ഫീസ് വരുന്നത്. ഇലക്ഷൻ ഫീസിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 35E. അടുത്തത് റൂൾ 36 പവർ ടു കോൾ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ്. സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിനെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 36. റൂൾ 37 പ്രൊസീജിയർ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനീസ് ആൻഡ് റിമൂവൽ ഫ്രം ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. റൂൾ 37 പറയുന്നു പ്രൊസീജിയർ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനീസ് ആൻഡ് റിമൂവൽ ഫ്രം ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി. റൂൾ 37A പുതിയതായി കൂട്ടിച്ചേർത്തതാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ്. കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനും അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 37A. റൂൾ 38 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ്. റൂൾ 38 പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ്. റൂൾ 39 ഇലക്ഷൻ ആൻഡ് ടേം ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. റൂൾ 39 ഇലക്ഷൻ ആൻഡ് ടേം ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റീസ്. റൂൾ 40 റെമ്യൂണറേഷൻ പേയബിൾ ടു ന്യൂ കമ്മിറ്റി അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ. റൂൾ 41 പ്രൊസീജിയർ റിഗാർഡിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റീസ് ഓഫ് ന്യൂ സൊസൈറ്റീസ് ഇൻ ദ കേസ് ഓഫ് എ ഡിവിഷൻ ഓഫ് എ സൊസൈറ്റി. റൂൾ 42 കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് കമ്മിറ്റി ഓഫ് സൊസൈറ്റീസ് ഹാവിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റീസ് ആസ് മെമ്പേഴ്സ്.
റൂൾ 43 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി. റൂൾ 43 പറയുന്നത് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി. റൂൾ 43A റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എക്സെട്ര ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. നോ കോൺഫിഡൻസ് മോഷനിലൂടെ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഒക്കെ റിമൂവലിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 43A. അടുത്തത് പുതിയൊരു റൂളാണ് റൂൾ 43B. അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്ത പുതിയൊരു റൂളാണ് റൂൾ 43B. ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിൻ്റെയോ വൈസ് പ്രസിഡന്റിൻ്റെയോ അഭാവത്തിൽ അവരുടെ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് റൂൾ 43Bയിൽ പറയുന്നത്. അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസിഡന്റ് ലീവിലായിരിക്കുകയോ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസത്തിൽ കൂടുതൽ ആബ്സെൻ്റ് ആവുകയോ ചെയ്താൽ പ്രസിഡന്റിൻ്റെ അധികാരം ഓട്ടോമാറ്റിക്കായിട്ട് വൈസ് പ്രസിഡന്റിലേക്ക് എത്തപ്പെടും. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ലീവിലായിരിക്കുകയും 15 ദിവസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആബ്സെൻ്റ് ആവുകയും ചെയ്യുന്ന കേസിൽ ഇവരുടെ അധികാരം ഒരു ബോർഡ് മെമ്പർക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഈ ബോർഡ് മെമ്പറെ തീരുമാനിക്കുന്നത് കമ്മിറ്റി റെസൊല്യൂഷൻ പാസ്സാക്കിയാണ്. ഇതെല്ലാം നമ്മൾ അമെൻമെൻറ്റിൽ പഠിച്ചതാണ്. അപ്പോൾ പുതിയ റൂളാണ് റൂൾ 43B, ഹാൻഡിങ് ഓവർ ചാർജ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ്. റൂൾ 44 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റി. ഒരു മാനേജിംഗ് കമ്മിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നത് റൂൾ 44ലാണ്. റൂൾ 44A ഡെലിഗേറ്റ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ കമ്മിറ്റി ടു അനദർ സൊസൈറ്റി ടു ബി മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. റൂൾ 44A പറയുന്നത് ഡെലിഗേറ്റ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ കമ്മിറ്റി ടു അനദർ സൊസൈറ്റി ടു ബി മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. റൂൾ 45 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി എ ഡെലിഗേറ്റ് ഓഫ് അനദർ സൊസൈറ്റി. റൂൾ 46 ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പർ ഓഫ് കമ്മിറ്റി ഹു ഈസ് എ ഡെലിഗേറ്റ് ഓഫ് അനദർ സൊസൈറ്റി. റൂൾ 47 കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്, സെയിൽസ് എക്സെട്ര ഓഫ് എ സൊസൈറ്റി. റൂൾ 47 പറയുന്നത് കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് എക്സെട്ര ഓഫ് എ സൊസൈറ്റി. റൂൾ 48 പേയ്മെൻറ്റ് ഓഫ് ട്രാവലിംഗ് അലവൻസ്, ഡെയിലി അലവൻസ് ആൻഡ് സിറ്റിംഗ് ഫീസ് ടു ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് ഓഫ് ദ കമ്മിറ്റി. റൂൾ 49 പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. റൂൾ 49 പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റീസ്. റൂൾ 50 പ്രൊഹിബിഷൻ എഗെയിൻസ്റ്റ് ബീയിങ് ഇൻട്രസ്റ്റഡ് ഇൻ കോൺട്രാക്റ്റ്. റൂൾ 50 പറയുന്നത് പ്രൊഹിബിഷൻ എഗെയിൻസ്റ്റ് ബീയിങ് ഇൻട്രസ്റ്റഡ് ഇൻ കോൺട്രാക്റ്റ്. അടുത്തത് റൂൾ 50A പുതിയതായി കൂട്ടിച്ചേർത്തതാണ്. റൂൾ 50A ട്രെയിനിങ് പ്രോഗ്രാം. ഇതിൽ പറയുന്നത് ഇലക്റ്റഡ് മെമ്പേഴ്സും കോപ്റ്റഡ് മെമ്പേഴ്സും ഒക്കെ മെമ്പറായി കഴിഞ്ഞതിന് 1 വർഷത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനോ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ ICMO പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അതാണ് റൂൾ 50A ട്രെയിനിങ് പ്രോഗ്രാം. പുതിയ റൂളാണ് റൂൾ 50A ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ 29 മുതൽ 50 വരെയുള്ള റൂളുകളാണ് ചാപ്റ്റർ 4 വരുന്നത്. അടുത്തത് ചാപ്റ്റർ 5 പ്രിവിലേജസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 51ഉം 52ഉം റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 51 ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ബോറോവിംഗ് ലോൺസ് ഫ്രം സർട്ടൻ സൊസൈറ്റീസ്. റൂൾ 51A പ്രൊസീജിയർ ഫോർ ക്രിയേഷൻ ഓഫ് ഗഹാൻ. ഗഹാൻ്റെ പ്രൊസീജിയർ പറയുന്ന റൂളാണ് റൂൾ 51A. സെക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 36A ഗഹാനെക്കുറിച്ച് പറയുന്നത്. ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നതിലുള്ള പ്രൊസീജിയർ പറയുന്നത് റൂൾ 51A. അടുത്തത് റൂൾ 52 ഡിഡക്ഷൻ ഫ്രം സാലറി ഓർ വേജസ്. എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്നൊക്കെയുള്ള ഡിഡക്ഷൻ പറയുന്നത് റൂൾ 52 റൂൾ 52 പറയുന്നത് ഡിഡക്ഷൻ ഫ്രം സാലറി ഓർ വേജസ്. റൂൾ 51ഉം 52ഉമാണ് 5ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. അടുത്തത് 6ാമത്തെ ചാപ്റ്ററാണ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 6ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് സൊസൈറ്റീസ്. 53 മുതൽ 63 വരെയുള്ള റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 53. ഇതിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മാക്സിമം നേരത്തെ
60,000 ആയിരുന്നു. അത് അമെൻമെൻറ്റ് പ്രകാരം ഇപ്പം 1,00,000 രൂപയാണ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മാക്സിമം വരുന്നത് 1,00,000 രൂപയാണ്. റൂൾ 53 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. റൂൾ 53A കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 53A. റൂൾ 54 മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്. റൂൾ 55 റെസ്ട്രിക്ഷൻ ഓൺ ബോറോയിങ്സ്. റൂൾ 56 റെസ്ട്രിക്ഷൻ ഓൺ ഗ്രാൻഡ് ഓഫ് ലോൺസ്. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ റെസ്ട്രിക്ഷനാണ് റൂൾ 56 പറയുന്നത്. റൂൾ 56A പുതിയതാണ്, വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. റൂൾ 56A അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്ത പുതിയൊരു റൂളാണ്. അതിൽ പറയുന്നു വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് ലോൺ കൊടുക്കുന്ന സമയത്ത് 10 ലക്ഷം രൂപയിൽ താഴെയാണ് ലോൺ എമൗണ്ട് എങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ നടത്തുന്നത് കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന, കമ്മിറ്റി നിയമിക്കുന്ന 2 ഓഫീസേഴ്സ് ആയിരിക്കും. ഓഫീസറോ ഓഫീസേഴ്സോ ആയിരിക്കും. അവർ സൂപ്പർവൈസറി കേഡർ പദവിയിലുള്ള ആൾക്കാരായിരിക്കും. അങ്ങനെ ഒരു വാല്യുവേഷൻ നടത്തിക്കഴിഞ്ഞ് വാല്യുവേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് വാല്യുവേഷൻ റിപ്പോർട്ടിലുള്ള വാല്യുവിൻ്റെ 50% കൂടുതൽ ലോൺ കൊടുക്കില്ല. അതാണ് 56A സബ് റൂൾ 1 പറയുന്നത്. സബ് റൂൾ 2 പറയുന്നുണ്ട് 10 ലക്ഷത്തിന് മുകളിലാണ് ലോൺ എമൗണ്ട് എങ്കിൽ സെക്യൂരിറ്റിയുടെ വാല്യുവേഷൻ നടത്തുന്നത് കമ്മിറ്റി നിയമിക്കുന്ന ഒരു പാനലാണ്. 5 പേരടങ്ങുന്ന ഒരു പാനലാണ്. അതിൽ 2 പേര് ഓഫീസേഴ്സും ഒരാൾ ചീഫ് എക്സിക്യൂട്ടീവുമാണ്. മറ്റ് 2 പേര് കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്നവരാണ്. ഒരാൾ ഇൻഡിപെൻഡൻ്റ് വാല്യുവറാണ്. ഇവർ ഫിക്സ് ചെയ്യുന്ന വാല്യുവിൻ്റെ 50% കൂടുതൽ ലോൺ കൊടുക്കില്ല. അതൊക്കെയാണ് റൂൾ 56A പറയുന്നത്. 56A വാല്യുവേഷൻ ഓഫ് പ്രോപ്പർട്ടി. അടുത്തത് റൂൾ 57 ട്രാൻസാക്ഷൻ വിത്ത് നോൺ മെമ്പേഴ്സ്. റൂൾ 58 പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 58. റൂൾ 59 ഗ്രാറ്റുവിറ്റി. ഗ്രാറ്റുവിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന റൂൾ 59. റൂൾ 60 മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. റൂൾ 60 മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്. റൂൾ 61 ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ദെയർ ഓഫ് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. റൂൾ 61 ഡീൽസ് വിത്ത് ഒബ്ജക്റ്റ് ഓഫ് റിസർവ് ഫണ്ട് ആൻഡ് ഡിസ്പോസൽ ദെയർ ഓഫ് ഓൺ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി. റൂൾ 62 റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ്. റൂൾ 62 ഡീൽസ് വിത്ത് റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് ആൻഡ് ലോസസ്. റൂൾ 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ്. സൊസൈറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫ്ലൂയിഡ് റിസോഴ്സസിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 63. അപ്പം ചാപ്റ്റർ 6 വരുന്നത് 53 മുതൽ 63 വരെയുള്ള റൂളുകളാണ്. അടുത്തത് ചാപ്റ്റർ 7 ഓഡിറ്റ്. 64ഉം 65ഉം റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ 7ൻ്റെ ഹെഡിങ് ആണ് ഓഡിറ്റ്. റൂൾ 64 ഓഡിറ്റ്. ഓഡിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന റൂൾ 64. റൂൾ 64A ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ പറയുന്ന റൂളാണ് റൂൾ 64A. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ട്. റൂൾ 64B ഓഡിറ്റ് റിപ്പോർട്ട്. റൂൾ 65 ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 65. അപ്പം ചാപ്റ്റർ 7 വരുന്നത് 64ഉം 65ഉം റൂളുകളാണ്. അടുത്തത് ചാപ്റ്റർ 8 ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്. ചാപ്റ്റർ 8ൻ്റെ ഹെഡിങ് ആണ് ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, സസ്പെൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സർചാർജ്. റൂൾ 66ഉം 66Aയും ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. റൂൾ 66 പ്രൊസീജിയർ ഫോർ കണ്ടക്ട് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. ഇൻക്വയറിയും ഇൻസ്പെക്ഷനും കണ്ടക്ട് ചെയ്യുന്നതിലുള്ള പ്രൊസീജിയർ പറയുന്നത് റൂൾ 66ലാണ്. റൂൾ 66A ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസറെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 66A. അടുത്തത് ചാപ്റ്റർ 9 ആണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ചാപ്റ്റർ 9ൻ്റെ ഹെഡിങ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. 67ഉം 68ഉം റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 67 റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻ ഓൺ ഡിസ്പ്യൂട്ട്സ്. റൂൾ 67ൻ്റെ ഹെഡിങ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഡിസിഷൻസ് ഓൺ ഡിസ്പ്യൂട്ട്സ്. റൂൾ 68
മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ ഇൻ ഡിസൈഡിംഗ് ഡിസ്പ്യൂട്ട്. റൂൾ 68 മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ ഇൻ ഡിസൈഡിംഗ് ഡിസ്പ്യൂട്ട്. അടുത്തത് ചാപ്റ്റർ 10 വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ചാപ്റ്റർ 10 ഹെഡിങ് വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 69 70 ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 69 പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. ലിക്വിഡേഷൻ പ്രൊസീജിയർ പറയുന്ന റൂളാണ് റൂൾ 69. റൂൾ 70 ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡേഡ് ടു ബി വൗണ്ട് അപ്പ്. റൂൾ 70 ഡീൽസ് വിത്ത് ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡേഡ് ടു ബി വൗണ്ട് അപ്പ്. അടുത്തത് ചാപ്റ്റർ 11 എക്സിക്യൂഷൻ ഫോർ ഡിസിഷൻസ്, അവാർഡ്സ് ആൻഡ് ഓർഡർ. 71 മുതൽ 94 വരെയുള്ള റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 71 ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ്. ചാർജ് നടപ്പിലാക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് റൂൾ 71. റൂൾ 72 ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 76. സെക്ഷൻ 76 പ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെ എന്ന് പറയുന്നത് റൂൾ 72. റൂൾ 73 എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് അണ്ടർ ദ റവന്യൂ റിക്കവറി ആക്ട്. റൂൾ 73 എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് അണ്ടർ ദ റവന്യൂ റിക്കവറി ആക്ട്. റൂൾ 74 പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് ഡിസിഷൻ, അവാർഡ് ഓർ ഓർഡർ. റൂൾ 74 പറയുന്നത് പ്രൊസീജിയർ ഫോർ എക്സിക്യൂഷൻ ഓഫ് ഡിസിഷൻ, അവാർഡ് ഓർ ഓർഡർ. റൂൾ 75 ഓർഡർ ഇൻ വിച്ച് പ്രൊസീഡിംഗ് ഷാൽ ബി ടേക്കൺ. റൂൾ 76 റൂൾസ് ഫോർ സീസർ ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. റൂൾ 76 പറയുന്നത് റൂൾസ് ഫോർ സീസർ ആൻഡ് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. റൂൾ 77 അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറി ഓർ അലവൻസ് ഓഫ് പബ്ലിക് ഓഫീസർ ഓർ സെർവൻറ്റ് ഓഫ് എ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ or local authority or firm. Rule 77 attachment of salary or allowance of public officer or servant of a railway administration or local authority or firm. Rule 78 attachment of share or interest in movable. Rule 79 attachment of decree. Rule 80 attachment of debt, share and other property not in possession of defaulter. Rule 81 procedure in attachment and sale of immovable property. Rule 82 application to set aside sale on deposits. Rule 83 application to set aside sale on ground of irregularity or fraud. Rule 84 delivery of possession. Rule 85 sale of immovable property to be proportionate to the amount due. Rule 86 private alienation of property after attachment to be void. Rule 87 process servers to be paid batta. Rule 88 batta, interest and other charges recoverable from the proceeds. Rule 88 important ആണ്. batta, interest and other charges recoverable from the proceeds. Rule 89 receipts for payment of amount due. Rule 89 receipts for payment of amount due. Rule 90 investigation of claims and objections to attachment of property. Rule 91 termination of attachment. Rule 92 attachment in execution of decree of several courts and rateable distribution of assets. Rule 93 attachment before judgment. Important ആണ്. Rule 93 attachment before judgment. റൂൾ 94 പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ് റൂൾ 94. അടുത്തത് ചാപ്റ്റർ 12 അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 12 അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ. റൂൾ 95 ഹെഡ് ക്വാർട്ടേഴ്സ് എക്സെട്ര ഓഫ് ദ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. റൂൾ 95 പറയുന്നത് ഹെഡ് ക്വാർട്ടേഴ്സ് എക്സെട്ര ഓഫ് ദ ട്രിബ്യൂണൽ.
റൂൾ 96 കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് എക്സെട്ര ഓഫ് ദ ട്രിബ്യൂണൽ. റൂൾ 96 കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് എക്സെട്ര ഓഫ് ദ ട്രിബ്യൂണൽ. റൂൾ 97 അഡീഷണൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെക്രട്ടറി. റൂൾ 97 അഡീഷണൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെക്രട്ടറി. റൂൾ 98 ഫോം ഓഫ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. റൂൾ 99 പ്രസൻറ്റേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻ. റൂൾ 100 രജിസ്ട്രേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. റൂൾ 101 മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സ്. റൂൾ 102 ഇൻറ്റിമേഷൻ ടു രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ടു ദ രജിസ്ട്രേഷൻ ഓർ അപ്പീൽ ഓർ ആപ്ലിക്കേഷൻ. റൂൾ 103 അഡ്മിഷൻ. റൂൾ 104 ഡെത്ത് ഓഫ് ദ പാർട്ടി. റൂൾ 105 ഡിറ്റർമിനേഷൻ ഓഫ് ദ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ്. റൂൾ 106 അബേറ്റ്മെൻറ്റ്. റൂൾ 107 ഫെയിലർ ടു പേ ഫീസ്. റൂൾ 108 പ്രൊസീജിയർ ഫോർ ക്രോസ് ഒബ്ജെക്ഷൻ. റൂൾ 109 നോട്ടീസ് ഓഫ് പാർട്ടീസ് ടു അപ്പിയർ ബിഫോർ ദ ട്രിബ്യൂണൽ. റൂൾ 110 സർവീസ് ഓഫ് നോട്ടീസ് എക്സെട്ര. റൂൾ 111 അഡ്ജോൺമെൻറ്റ് ഓഫ് ഹിയറിംഗ്. റൂൾ 112 അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഹിയറിംഗ്. റൂൾ 113 ഹിയറിംഗ്. റൂൾ 114 റീസ്റ്റോറേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. റൂൾ 115 ഫ്രഷ് എവിഡൻസ് ഇൻ അപ്പീൽ. റൂൾ 116 ഓർഡർ ഓഫ് ദ ട്രിബ്യൂണൽ. റൂൾ 117 കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡർ. റൂൾ 118 റിട്ടേണിംഗ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. റൂൾ 119 ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. റൂൾ 120 സെർച്ച് ഓഫ് റെക്കോർഡ്സ്. റൂൾ 121 സർട്ടിഫൈഡ് കോപ്പീസ്. റൂൾ 122 ആപ്ലിക്കേഷൻ ഓഫ് കോഡ് ഓഫ് പ്രൊസീജിയർ എക്സെട്ര. റൂൾ 123 ഫീസ് ഫോർ അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. റൂൾ 123 ഫീസ് ഫോർ അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. ട്രിബ്യൂണലിന് അപ്പീൽ റിവിഷൻ റിവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ ഉള്ള ഫീസാണ് 123 പറയുന്നത്. അമെൻമെൻറ്റ് അനുസരിച്ച് ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. ഇത് അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സിലും പിന്നെ ഫീസ് മാറിയ ഫീസ് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റൂൾ 123 ഫീസ് ഫോർ അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. റൂൾ 124 പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്പോസൽ ഓഫ് അപ്പീൽസ് ആൻഡ് റിവിഷൻ ബിഫോർ അതർ അതോറിറ്റീസ്. അതായത് ഗവൺമെൻറ്റിൻ്റെയോ രജിസ്ട്രാറുടെയോ മുമ്പാകെയുള്ള അപ്പീൽസ് റിവിഷൻ ഈ കാര്യങ്ങളൊക്കെ റൂൾ 124 പറയുന്നു. റൂൾ 124A ഫീസ് ഫോർ അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ ബിഫോർ ഗവൺമെൻറ് ഓർ രജിസ്ട്രാർ. ഗവൺമെൻറ്റിൻ്റെയോ രജിസ്ട്രാറുടെയോ മുമ്പാകെ റിവിഷനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴുള്ള റിവിഷനും അപ്പീലിനുമുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴുള്ള ഫീസ് ഇതും മാറ്റം വന്നിട്ടുണ്ട്. റൂൾ 125 കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിസിഷൻ ഇൻ അപ്പീൽസ് ഓർ റിവിഷൻ. അപ്പീൽസ് അല്ലെങ്കിൽ റിവിഷന് മേലുള്ള ഡിസിഷൻ്റെ കമ്മ്യൂണിക്കേഷൻ കൺസേൺ പാർട്ടീനെ അറിയിക്കുന്ന കാര്യങ്ങളാണ് റൂൾ 125 പറയുന്നത്. അപ്പോൾ 95 മുതൽ 125 വരെയുള്ള റൂളുകൾ 12ാമത്തെ ചാപ്റ്ററിലാണ് വരുന്നത്. 12ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് അപ്പീൽ, റിവിഷൻ ആൻഡ് റിവ്യൂ. അടുത്തത് 13ാമത്തെ ചാപ്റ്ററാണ് കോപ്പറേറ്റീവ് യൂണിയൻസ്. റൂൾ 126 മുതൽ 170 വരെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതായത് മെയിനായിട്ടും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയും കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. കോപ്പറേറ്റീവ് യൂണിയൻസ്. റൂൾ 126 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സർക്കിൾസ്. സംസ്ഥാനത്ത് ഓരോ സർക്കിൾ രൂപീകരിക്കുന്നതിനെ കുറിച്ചാണ് റൂൾ 126 പറയുന്നത്. റൂൾ 127 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 127. റൂൾ 128 എലിജിബിലിറ്റി ടു വോട്ട് ഇൻ ദ ഇലക്ഷൻ. റൂൾ 129 ഇലക്ഷൻ ടു മെമ്പേഴ്സ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. റൂൾ 130 കൗണ്ടിംഗ് ഓഫ് വോട്ട്സ്. റൂൾ 131 റിജക്ഷൻ ഓഫ് ബാലറ്റ് പേപ്പർ. റൂൾ 132 അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട്. റൂൾ 133 കസ്റ്റഡി ഓഫ് ബാലറ്റ് പേപ്പേഴ്സ് ആഫ്റ്റർ വോട്ടിംഗ്. റൂൾ 134 പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് ഇലക്ഷൻ. റൂൾ 135 ഡിസ്ക്വാളിഫിക്കേഷൻ ടു വോട്ട്. റൂൾ 136 ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ഇലക്ഷൻ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നത് റൂൾ 136 ആണ്. റൂൾ 137 റെസിഗ്നേഷൻ ഓഫ് മെമ്പർ.
റൂൾ 138 ഫില്ലിംഗ് അപ്പ് ഓഫ് ഇൻ്ററിംഗ് വേക്കൻസീസ്. റൂൾ 139 ഫങ്ഷൻസ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫങ്ഷൻസ് പറയുന്ന റൂളാണ് റൂൾ 139. റൂൾ 140 ഫണ്ട്സ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഫണ്ട്സിനെ കുറിച്ച് പറയുന്നത് റൂൾ 140 റൂൾ 141 മാനേജ്മെൻറ്റ് ഓഫ് ദ യൂണിയൻ. റൂൾ 141 മാനേജ്മെൻറ്റ് ഓഫ് ദ യൂണിയൻ. റൂൾ 142 മീറ്റിംഗ് ഓഫ് ദ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. റൂൾ 143 ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. റൂൾ 144 ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് ദ ഓഫീസ് ബെറേഴ്സ്. റൂൾ 144A റിമൂവൽ ഓഫ് ചെയർമാൻ ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചെയർമാനെ റിമൂവൽ ചെയ്യുന്നത് നോ കോൺഫിഡൻസ് മോഷനിലൂടെ റിമൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 144A. റൂൾ 145 ബജറ്റ്. റൂൾ 145 ബജറ്റ്. റൂൾ 146 ഡ്യൂട്ടീസ് ഓഫ് യൂണിയൻസ്. ഇനി പറയുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റൂൾ 147 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ട റൂൾ 147 റൂൾ 148 അഫിലിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്കുള്ള സൊസൈറ്റീസിൻ്റെ അഫിലിയേഷനെ കുറിച്ച് പറയുന്നത് റൂൾ 148. സൊസൈറ്റികൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഉത്തരം സംഘങ്ങൾക്കുള്ള പ്രത്യേക അധികാരങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഇഫ് എ സൊസൈറ്റി ഫെയിൽസ് ടു അഫിലിയേറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ സച്ച് എ സൊസൈറ്റി ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽഡ് ടു. ആൻസർ വരുന്നത് എനി പ്രിവിലേജ് കൺഫേർഡ് ഓൺ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ റൂൾ 148 പറയുന്നത് അഫിലിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റൂൾ 149 ഇലക്ഷൻ ഓഫ് ഡെലിഗേറ്റ്സ് ടു ദ ജനറൽ ബോഡി. റൂൾ 150 സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. റൂൾ 151 പ്രൊസീജിയർ ഫോർ ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. റൂൾ 152 നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. റൂൾ 153 വിത്ഡ്രോവൽ ഓഫ് കാൻഡിഡേച്ചർ. റൂൾ 154 കണ്ടക്ട് ഓഫ് ഇലക്ഷൻ. റൂൾ 155 കൗണ്ടിംഗ് ഓഫ് വോട്ട്സ്. റൂൾ 156 റിജക്റ്റിംഗ് ഓഫ് ബാലറ്റ് പേപ്പേഴ്സ്. റൂൾ 157 അനൗൺസ്മെൻറ്റ് ഓഫ് റിസൾട്ട്സ്. റൂൾ 158 ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി. റൂൾ 159 ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി. റൂൾ 160 ഇലക്ഷൻ ഓഫ് ചെയർമാൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചെയർമാൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 160. റൂൾ 161 റിമൂവൽ ഓഫ് ചെയർമാൻ ബൈ നോ കോൺഫിഡൻസ് മോഷൻ. അവിശ്വാസ പ്രമേയത്തിലൂടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ചെയർമാനെ നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്ന റൂൾ 161. റൂൾ 162 റെസിഗ്നേഷൻ ഓഫ് മെമ്പേഴ്സ്. റൂൾ 163 ഫില്ലിംഗ് അപ്പ് ഓഫ് ഇൻ്ററിംഗ് വേക്കൻസീസ് ഇൻ ദ മാനേജിംഗ് കമ്മിറ്റി. റൂൾ 164 മീറ്റിംഗ് ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് പവേഴ്സ്. റൂൾ 165 മീറ്റിംഗ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. റൂൾ 166 പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. റൂൾ 167 റെമ്യൂണറേഷൻ പേയബിൾ ടു മെമ്പേഴ്സ്. റൂൾ 168 പവേഴ്സ് ഓഫ് ചെയർമാൻ ആൻഡ് സെക്രട്ടറി. റൂൾ 169 എസ്റ്റാബ്ലിഷ്മെൻറ്റ്. റൂൾ 170 ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻ. കോപ്പറേറ്റീവ് യൂണിയൻസിൻ്റെ അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 170. അടുത്തത് പുതിയൊരു റൂളാണ് റൂൾ 170A. അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്ത ഒരു പുതിയ റൂളാണ് റൂൾ 170A. ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ KCMMF അഥവാ മിൽമയുടെയും RCMBUവിൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ഒരു റൂളിൽ പറയുന്നത്. ഈ ഒരു റൂളിൽ പറയുന്നതനുസരിച്ച് ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് ദ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഷാൽ ബി എൻട്രസ്റ്റഡ് ടു ആൻ അപ്രൂവ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് ദ ഫോളോവിങ് ക്വാളിഫിക്കേഷൻസ്. താഴെ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഏജൻസിയോ ആയിരിക്കണം മിൽമയുടെയും RCMBUവിൻ്റെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്.
അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, മിനിമം 10 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ കേഡർ ഇൻ എ റെപ്യൂട്ടഡ് ഫേം ഇൻ ഡയറി ഇൻഡസ്ട്രി. ഡയറി ഇൻഡസ്ട്രിയിലെ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ കേഡറിൽ മിനിമം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കണം. ഗ്രാജുവേഷൻ ഇൻ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഈസ് പ്രിഫറബിൾ. മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നല്ലത്. ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് ഈസ് പ്രിഫറബിൾ. ISO ഓഡിറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇത്രയും ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരായിരിക്കണം മിൽമയുടെയും RCMBയുടെയും ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് റൂൾ 170A പറയുന്നത്. റൂൾ 170A, ദ ആനുവൽ പെർഫോമൻസ് ഓഡിറ്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആൻഡ് ഇറ്റ്സ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അപ്പോൾ റൂൾ 126 മുതൽ 170 വരെ വരുന്നത് ചാപ്റ്റർ 13ലാണ്. ചാപ്റ്റർ 13ൻ്റെ ഹെഡിങ് കോപ്പറേറ്റീവ് യൂണിയൻ. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെയും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അടുത്തത് ചാപ്റ്റർ 14ആണ്, മിസലേനിയസ്. ഇതിൽ 176 മുതൽ 181 വരെയുള്ള റൂളുകളാണ് വരുന്നത്. റൂൾ 176, രജിസ്ട്രാർസ് പവർ ടു റിസൈൻഡ് റെസൊല്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 176, രജിസ്ട്രാർസ് പവർ ടു റിസൈൻഡ് റെസൊല്യൂഷൻ. റൂൾ 177, സൊസൈറ്റീസ് ടു ഫർണിഷ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ എംപ്ലോയ്മെൻറ്റ് ടു ദ ലേബർ ബ്യൂറോ. റൂൾ 178, യൂസ് ഓഫ് പ്രിമൈസസ്. റൂൾ 178A, ഓപ്പണിംഗ് ഓഫ് ബ്രാഞ്ചസ്. റൂൾ 179, റെസ്ട്രിക്ഷൻ ഓഫ് ഓഫീസേഴ്സ് ഓഫ് സൊസൈറ്റി അപ്പിയറിംഗ് ആസ് ലീഗൽ പ്രാക്ടീഷണേഴ്സ്. റൂൾ 179 ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്ട്രിക്ഷൻ ഓഫ് ഓഫീസേഴ്സ് ഓഫ് സൊസൈറ്റി അപ്പിയറിംഗ് ആസ് ലീഗൽ പ്രാക്ടീഷണേഴ്സ്. റൂൾ 180, സൊസൈറ്റീസ് നോട്ട് ടു ആക്ട് വിത്തൗട്ട് പ്രീവിയസ് സാങ്ഷൻ ഓഫ് രജിസ്ട്രാർ ഇൻ സർട്ടൻ മാറ്റേഴ്സ്. റൂൾ 180 പറയുന്നത് സൊസൈറ്റീസ് നോട്ട് ടു ആക്ട് വിത്തൗട്ട് പ്രീവിയസ് സാങ്ഷൻ ഓഫ് രജിസ്ട്രാർ ഇൻ സർട്ടൻ മാറ്റേഴ്സ്. റൂൾ 181, പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 181, പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. ചട്ടങ്ങളിൽ നിന്നും സൊസൈറ്റികളെ ഒഴിവാക്കാനുള്ള അധികാരം. റൂൾ 181 പറയുന്നത് പവർ ടു എക്സംപ്റ്റ് ഫ്രം റൂൾസ്. അപ്പോൾ 176 മുതൽ 181 വരെയുള്ള റൂളുകളാണ് 14ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. 14ാമത്തെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് മിസലേനിയസ്. അടുത്തത് അവസാനത്തെ ചാപ്റ്ററാണ്, 15ാമത്തെ ചാപ്റ്ററാണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ്. 182 മുതൽ 201 വരെയുള്ള റൂളുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. റൂൾ 182, ക്ലാസിഫിക്കേഷൻ അണ്ടർ സെക്ഷൻ 80 സബ്സെക്ഷൻ 1. റൂൾ 182A, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. CSEBയുടെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നത് റൂൾ 182A. റൂൾ 182B, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. റൂൾ 182C, മീറ്റിംഗ് ഓഫ് ദ ബോർഡ്. റൂൾ 182D, ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്. റൂൾ 183, ഏജ് ലിമിറ്റ്. ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 183 പറയുന്നത് ഏജ് ലിമിറ്റ്. റൂൾ 184, പ്രൊബേഷൻ. റൂൾ 185, പ്രൊമോഷൻ. റൂൾ 185B അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർത്തൊരു പുതിയ റൂളാണ് റിക്രൂട്ട്മെൻറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു സൊസൈറ്റീസ് ഇൻ ഷെഡ്യൂൾ 1. 185B, റിക്രൂട്ട്മെൻറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു സൊസൈറ്റീസ് ഇൻ ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1ൽ പറഞ്ഞിരിക്കുന്ന സൊസൈറ്റീസ് PSC നിയമനം നടത്തുന്ന സെൻട്രൽ ആൻഡ് അപ്പെക്സ് സൊസൈറ്റീസാണ് ഷെഡ്യൂൾ 1ൽ പറയുന്നത്. ഈ സൊസൈറ്റീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് റൂൾസ് മേക്ക് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഈ കാര്യങ്ങളാണ് റൂൾ 185Bയിൽ പറയുന്നത്. റൂൾ 185B, റിക്രൂട്ട്മെൻറ്റ് റൂൾസ് റിലേറ്റിംഗ് ടു സൊസൈറ്റീസ് ഇൻ ഷെഡ്യൂൾ 1. റൂൾ 186, ക്വാളിഫിക്കേഷൻ. റൂൾ 187, വേക്കൻസീസ് ഇൻ അപ്പെക്സ് സൊസൈറ്റീസ് ഓർ സെൻട്രൽ സൊസൈറ്റീസ്. റൂൾ 188, സ്റ്റാഫ് പാറ്റേൺ. റൂൾ 188A, എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ഡൈയിങ് ഇൻ ഹാർനസ്.
ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 188A എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ഡൈയിങ് ഇൻ ഹാർനസ്. റൂൾ 189 റെമ്യൂണറേഷൻ ആൻഡ് അലവൻസസ്. റൂൾ 190 ലീവ് റൂൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 190 ലീവ് റൂൾസ്. റൂൾ 191 മെഡിക്കൽ എയ്ഡ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 191 മെഡിക്കൽ എയ്ഡ്. റൂൾ 192 സെക്യൂരിറ്റി ടു ബി ഫർണിഷ്ഡ് ബൈ ദ എംപ്ലോയീസ് ഓഫ് സൊസൈറ്റീസ്. റൂൾ 193 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് കണ്ടക്റ്റ്. റൂൾ 194 പ്രൊഹിബിഷൻ ഓഫ് പെക്യൂണിയറി ട്രാൻസാക്ഷൻസ്. റൂൾ 195 പ്രൊഹിബിഷൻ ഓഫ് പേഴ്സണൽ കോൺട്രാക്ട്സ്. റൂൾ 196 ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് ബൈ ദ സൊസൈറ്റീസ്. റൂൾ 196 ഫ്രെയിമിംഗ് ഓഫ് റൂൾസ് ബൈ ദ സൊസൈറ്റീസ്. റൂൾ 197 മെയിൻ്റനൻസ് ഓഫ് സർവീസ് രജിസ്റ്റർ. റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻ. ഡിസിപ്ലിനറി ആക്ഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 198. ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻ. റൂൾ 199 ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസസ്. റൂൾ 199 ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസസ്. റൂൾ 200 സേവിങ്സ്. റൂൾ 200 സേവിങ്സ്. റൂൾ 201 സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ പ്രൊമോഷൻസ്. റൂൾ 201 അവസാനത്തെ റൂളാണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ പ്രൊമോഷൻ. അപ്പോൾ 15ാമത്തെ ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്ററായി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരുന്നത് 182 മുതൽ 201 വരെയുള്ള റൂളുകളാണ്. KCS റൂൾസ് 1969 201 റൂളുകളാണ് ബ്രീഫായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരുപാട് സബ് റൂളുകളും വരുന്നുണ്ട്. അമെൻമെൻറ്റിലും ഒരുപാട് സബ് റൂളുകൾ മാറ്റം വന്നിട്ടുണ്ട്. അമെൻമെൻറ്റിൻ്റെ ക്ലാസ് നിങ്ങൾ തീർച്ചയായും കാണണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.